ടൈം മാഗസിൻ 2010 പുറത്തിറക്കിയ 50 മോശം കണ്ടുപിടുത്തങ്ങളുടെ പട്ടികയിൽ സ്ഥാനം. എന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ കാലിൽ ഇടം നേടി ശ്രദ്ധ നേടുകയാണ് ക്രോക്സ് എന്ന ബ്രാൻഡ്. 2004 ബോട്ടിംഗ് ഷൂവായാണ് ക്രോക്സ് വിപണിയിലിറങ്ങുന്നത്. ഉപയോഗിക്കാൻ സൗകര്യവും വൃത്തിയാക്കാൻ എളുപ്പവുമുള്ള പാദരക്ഷകൾ എന്നതായിരുന്നു ക്രോക്സ് ബ്രാൻഡിൻ്റെ മേന്മ. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ പ്രിയപ്പെട്ട ചെരുപ്പായി ക്രോക്സ് മാറി. കാഴ്ചയിലെ വൈരൂപ്യം ഉയർത്തിയ വിമർശനങ്ങളെ ക്രോക്സ് കച്ചവട തന്ത്രമാക്കി. അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന അവരുടെ പരസ്യ ക്യാമ്പയിനിന് വൻ പിന്തുണയാണ് ലഭിച്ചത്. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നാസ്ഡാക്കിൽ ഇടം പിടിച്ചതോടെ ക്രോക്സ് രാജ്യാന്തര തലത്തിൽ വിപുലീകരിക്കുകയും ചെയ്തു. 40 രാജ്യങ്ങളിലേക്ക് ഔട്ട്ലെറ്റുകൾ വളർന്നു. ക്രോക്സിൻ്റെ സുഷിരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ജിബിറ്റ്സും ജനപ്രീതി നേടിയതോടെ ക്രോക്സ് ആ കമ്പനിയെയും വാങ്ങി. കുഞ്ഞു ക്രോക്സ് ധരിച്ചുള്ള ജോർജ് രാജകുമാരൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ക്രോക്സിൻ്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിച്ചു. ഫാഷൻ ലോകത്ത് ക്രോക്സ് വരവറിക്കുന്നത് 2016 ലണ്ടൻ പാരീസ് വീക്കിൽ സ്കോട്ടിഷ് ഡിസൈനർ ക്രിസ്റ്റഫർ കെയ്ൻ ക്രോക്സിന് വ്യത്യസ്തമായൊരു മുഖം നൽകി. പോപ്പ് താരം പോസ്റ്റ് മലോണയുമായുള്ള കൊളാബറേഷനിലൂടെ യുവാക്കളെ വൻതോതിൽ ആകർഷിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. 2020 നടി പ്രിയങ്ക ചോപ്ര ക്രോക്സിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി മാറി. 1500 മുതൽ 10,000 രൂപ വരെയാണ് ഇന്ത്യയിൽ ക്രോക്സിൻ്റെ വില. ക്രോസ് ലൈറ്റ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ക്രോക്സ് നിർമ്മിക്കുന്നതെന്ന് കമ്പനി പറയുന്നു. വെള്ളം തങ്ങി നിൽക്കുന്നതും ബാക്ടീരിയകൾ രൂപപ്പെടുന്നതും തടയാനും ഈ മെറ്റീരിയലിന് സാധിക്കും. 40% കൂടുതൽ ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റിയും ഇവയ്ക്കുണ്ട്. കൃത്യം 13 സുഷിരങ്ങളാണ് ക്രോക്സിൻ്റെ ഓരോ ചെരുപ്പിലുമുള്ളത്. ഈർപ്പം പുറന്തള്ളി വായുസഞ്ചാരം നിലനിർത്തിക്കൊണ്ട് മറ്റു ചെരുപ്പുകളിലെ പോലെ ദുർഗന്ധ പ്രവേശനവുമില്ല. ഇന്ന് ക്രോക്സ് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഇടയിലും തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്നത് തന്നെയാണ് ക്രോക്സിൻ്റെ വിജയരഹസ്യം.